പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സുരക്ഷാകാര്യ സമിതിയിലെ തീരുമാനങ്ങൾ വിശദീകരിക്കും. ജമ്മു കശ്മീരിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. അതേസമയം ജമ്മു കശ്മീരിലെ സാഹചര്യം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് നടക്കും. അതേസമയം തിരിച്ചടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിലും ഇന്ന് സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് എസ് നന്ദഗോപൻ, ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ എന്നിവർ ചേരുകയാണ്. ആദ്യം എസ് നന്ദഗോപനിലേക്ക് എത്തുമ്പോൾ, നന്ദൻ, കനത്ത ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഭാരതം നൽകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിലടക്കം ഇന്ന് സർവകക്ഷി യോഗങ്ങൾ ചേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ജമ്മുവിലെ അവസ്ഥ എന്താണ്? ജമ്മു കശ്മീരിലെ സാഹചര്യം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗവും ഇന്ന് നടക്കുമല്ലോ. ഇന്ന് ജമ്മു കാശ്മീരിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഭാരതം പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതീവ സുരക്ഷയാണ് ഈ ജമ്മു കാശ്മീർ മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ അതിർത്തി പങ്കിടുന്ന അനന്തനാഗ് അടക്കമുള്ള ജില്ലകളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അഡീഷണൽ ഫോഴ്സിനെയാണ് ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് BSFിൻ്റെയും അതേപോലെ തന്നെ CRPFിൻ്റെയും ഒക്കെ തന്നെ അഡീഷണൽ ഫോഴ്സിനെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ യാത്രയിലാണ്. പ്രധാനമായും ഇന്നലെ ഈ ആക്രമണം നടന്ന പെഹൽഗാമിലേക്കുള്ള യാത്രയിലാണ്. അവിടെ നിലവിൽ സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കുന്നില്ല. അതേസമയം നമുക്ക് മാധ്യമങ്ങൾക്കും അവിടെ പ്രവേശനം തടഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ഈ തീവ്രവാദികൾ അവർ ഈ പ്രദേശം വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഈ ആക്രമണം നടന്ന ശേഷം അവർ ഈ വനത്തിനുള്ളിലേക്ക് പറയുകയായിരുന്നു. അവരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള തിരച്ചിൽ നടപടികൾ തുടരുകയാണ്. അതിനൊപ്പം തന്നെ ആക്രമണം നടന്നതിന് പിന്നാലെ തന്നെ ഈ പ്രദേശമാകെ സുരക്ഷാ സേന വളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അക്രമികൾ ഈ പ്രദേശം വിട്ടുപോകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സുരക്ഷാ വൃത്തങ്ങൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടന്ന പെഹൽഗാമിലേക്കോ അതേപോലെ തന്നെ ബൈസരൻ വാലിയിലേക്കോ നിലവിൽ ഈ ടൂറിസ്റ്റുകളെ, വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഈ അക്രമികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ അക്രമികൾ ഈ പ്രദേശം വിട്ടു എന്ന് ബോധ്യമാകുകയോ അല്ലെങ്കിൽ അവരെ വധിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ മാത്രം പെഹൽഗാമിലേക്ക് നിലവിൽ ആൾക്കാരെ കടത്തിവിട്ടാൽ മതി. അല്ലാത്ത പക്ഷം വിനോദസഞ്ചാരികളെ അതിനു മുമ്പായി തടയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സുരക്ഷാ സേന അല്ലെങ്കിൽ സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോഴും തിരച്ചിൽ നടപടികൾ തുടരുകയാണ്. ഏതാണ്ട് സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഏഴ് പേരാണ് ഈ ഒരു അറ്റാക്കിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. ഇതിൽ 3 പേർ പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുണ്ട്. അവർ ഒരുപക്ഷെ പാകിസ്ഥാൻ പൗരന്മാരാണോ എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2017 ഈ അനന്തനാഗ് ജില്ലയ്ക്ക് സമീപമുള്ള 3 പേർ 2017 അവർ പാകിസ്ഥാനിലേക്ക് പോയിരുന്നു. അവിടെ ജെയ്ഷ മുഹമ്മദുമായി ചേർന്നുകൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനം. അവർക്ക് ജെയ്ഷ മുഹമ്മദിൽ നിന്നും വ്യക്തമായ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ ഇവിടേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അങ്ങനെ മടങ്ങിയെത്തിയവർ ആണ് ഈ ലോക്കൽസിനെ കൂടി അല്ലെങ്കിൽ ഈ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ഡൽഹിയിലും ഇന്ന് നിർണായക ചർച്ചകൾ നടക്കുകയാണ്. ജിഷ്ണു, ഏത് തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? കാരണം നയതന്ത്ര ബന്ധത്തിലടക്കം കടുത്ത നിലപാടിലേക്ക് ഭാരതം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എത്രത്തോളം നിർണായകമാണ് ഇന്ന് ഡൽഹിയിൽ? ദേവിക, ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗമാണ് ചേരുന്നത്. ഈ സർവകക്ഷി യോഗത്തിൽ ഇന്നലെ ചേർന്നിട്ടുള്ള മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതിയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വിശദീകരിക്കും. ഇന്നലെ 2.5 മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 2.5 മണിക്കൂർ നീണ്ടുനിന്ന സുരക്ഷാ കാര്യ സമിതി യോഗം ചേർന്നിരുന്നു. അതിലാണ് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള കനത്ത മറുപടി നൽകാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഒപ്പം സൈനിക തലത്തിൽ നടപടികൾ ശക്തമാക്കാനുള്ള തീരുമാനങ്ങളും അതേ യോഗത്തിൽ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും നയതന്ത്ര തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമാണ് നിലവിൽ പൊതുമധ്യത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 65 വർഷത്തിലധികമായി തുടരുന്ന കരാർ, ഇന്ത്യ പാക് യുദ്ധം നടന്ന സമയത്ത് പോലും ഈ കരാറിന്റെ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ കരാർ അവസാനിപ്പിക്കാനോ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ സിന്ധു നദീജല കരാർ അവസാനിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്.
നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ചെക്ക് പോസ്റ്റ് ആയിട്ടുള്ള വാഘയിൽ അട്ടാരി ബോർഡർ അടയ്ക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഭാരതത്തിലെ പാക് പൗരന്മാരോട് 48 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഭാരതത്തിലെ പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരെ മുഴുവനായും പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് ഒരാഴ്ചത്തെ സമയമാണ് ഭാരതം വിട്ടുപോകാൻ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ തീർത്തും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന തീരുമാനങ്ങൾ ഇതിനോടകം തന്നെ ഭാരതം കൈക്കൊണ്ടിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നിലവിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ ആസൂത്രണവും ആയുധ പരിശീലനവും നടന്നിട്ടുള്ളത് പാകിസ്ഥാനിലാണ് എന്നുള്ളത് വളരെ കൃത്യമായി NIA കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമിക വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്നു. ലഷ്കർ ഇ തൊയ്ബ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ മുൻനിർത്തിക്കൊണ്ടാണ് പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. അതിന് പാക് സ്വദേശികളായിട്ടുള്ള ഭീകരരെയും ഒപ്പം ജമ്മു കാശ്മീർ സ്വദേശികളായിട്ടുള്ള 2 ഭീകരരെയും ഉപയോഗിച്ചു. ഇവർക്ക് അതിർത്തിക്കപ്പുറത്ത് ഭീകര പരിശീലനം നൽകി. തുടർന്ന് അതിർത്തി കടത്തിവിടുകയും ആയുധങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു. ഇതെല്ലാം നടത്തിയിട്ടുള്ളത് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും നേതൃത്വത്തിലാണ്. ഒപ്പം പാക് ചാരസംഘടനയായിട്ടുള്ള ISIക്കും ഈ വിഷയത്തിൽ ഈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. അത്തരത്തിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടർച്ചയായി സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് ഭാരതം കടന്നിട്ടുള്ളത്. ഒപ്പം ലോകവേദികളിൽ പാകിസ്ഥാൻ എപ്പോഴും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന വസ്തുത വീണ്ടും തുറന്നു കാണിക്കാൻ ഭാരതം തയ്യാറാവുകയാണ്. നേരത്തെയും ഐക്യരാഷ്ട്രസഭയുടെ ഉൾപ്പെടെ വേദികളിൽ ലോകവേദികളിൽ ഭാരതം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന വസ്തുത ഭാരതം തുറന്നു കാട്ടിയിരുന്നു. അതൊരിക്കൽ കൂടി തുറന്നു കാട്ടുകയും അതോടൊപ്പം ഭീകര ശക്തികൾക്ക് ശക്തമായ തിരിച്ചടി നൽകാനുള്ള തീരുമാനവും സേനാ തലത്തിൽ അത്തരത്തിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള സുരക്ഷാ കാര്യ സമിതിയിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞൊരു 10 വർഷത്തിലധികം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ എങ്ങനെയാണ് നിലവിലെ രാജ്യത്തിന്റെ ഭരണകൂടം കൈകാര്യം ചെയ്തത് എന്നതിന്റെ വസ്തുതകൾ നമുക്ക് മുൻപിലുണ്ട്. അതായത് ഉറിയാണെങ്കിലും പുൽവാമയാണെങ്കിലും അതല്ല ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകരവാദം രാജ്യത്തിനെതിരെ ഉയരുന്ന ഓരോ വെല്ലുവിളികളെയും ഏത് രീതിയിൽ നേരിടണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടുമുള്ളവരാണ് നിലവിൽ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് പഹൽഗാമിൽ വീണ ചോരയ്ക്ക് കൃത്യമായ മറുപടി നൽകാനും ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിന്റെ ഒരു മാറ്റം നമുക്ക് വളരെ കൃത്യമായി പ്രകടമായിരുന്നു. അവിടെ പോയിരുന്ന ആളുകളുടെ പ്രതികരണത്തിൽ നിന്നൊപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനൻ ടിവിയുടെ സംഘം തന്നെ നമ്മൾ 15 ദിവസത്തോളം ജമ്മു കാശ്മീരിന്റെ വിവിധ ഇടങ്ങളിൽ മുമ്പ് ഭീകര ശക്തികൾ അത്രയധികം നിലനിന്നിരുന്ന ബുഡ്ഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോലും സ്വതന്ത്രമായി സഞ്ചരിക്കുകയും അവിടെ നിന്ന് ആളുകളുടെ പ്രതികരണം തേടുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു വലിയ മാറ്റം ജമ്മു കാശ്മീരിൽ ഉണ്ടാവുകയും കശ്മീർ താഴ്വരയിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ഇല്ലാതിരിക്കുക, അതായത് മുൻപ് തോക്കെടുക്കാൻ തയ്യാറായിരുന്ന യുവത്വം ഇന്ന് പേനയും ലാപ്ടോപ്പും എടുക്കുകയും അവരുടെ ജീവിത നിലവാരം മാറുകയും കശ്മീരിന്റെ ജനത പോലും സമാധാനം ആഗ്രഹിക്കുകയും അവർ ഭീകരവാദത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് സാധാരണക്കാർക്കെതിരെ ഭീകരാക്രമണം നടത്തിക്കൊണ്ട് അതും മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്ന തരത്തിലുള്ള ഭീകരാക്രമണം എന്ന കൃത്യമായ ആസൂത്രണം പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്ന് നടത്തിയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആളുകളുടെ മതം ചോദിച്ചുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യവും സാധാരണക്കാരെ ഭയപ്പെടുത്തുകയും സാധാരണക്കാർക്കിടയിൽ ഇത്തരത്തിൽ വിഭജനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആളുകളുടെ മതം ചോദിച്ചുകൊണ്ട് ഭീകരാക്രമണം ഭീകര ശക്തികൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായ മറുപടി നൽകാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റ് ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടി ജാഗ്രത ഇതിനോടകം തന്നെ പാലിക്കുന്നുണ്ട്. അതിർത്തി മേഖലകളിൽ ജമ്മു കാശ്മീരിലെ ലാൽ ചൗക്ക് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പഹൽഗാം കൂടാതെ ജമ്മു ശ്രീനഗർ ദേശീയപാത മറ്റ് പ്രധാനപ്പെട്ട റോഡുകൾ അതിർത്തി മേഖലകളിലേക്ക് പോകുന്ന റോഡുകൾ ഇവിടങ്ങളിലെല്ലാം കർശനമായ പരിശോധന നടക്കുന്നു. കൂടാതെ ജമ്മു സെക്ടറിലും ജാഗ്രത പാലിക്കാൻ ശ്രീനഗറിലേക്ക് എത്തുമ്പോൾ തുടരുന്നുണ്ട്. നന്ദൻ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായി പരിഗണിക്കേണ്ടത് ഇന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം നടക്കുകയാണ്. അതേസമയം മറ്റൊരിടത്ത് തിരിച്ചടി വലിയ രീതിയിൽ ഭയന്നുകൊണ്ട് പാകിസ്ഥാൻ ഇന്ന് സുരക്ഷ
സുരക്ഷാ കൗൺസിൽ യോഗം ചേരുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പഹൽഗാമിൽ വീണ അല്ലെങ്കിൽ ആ ഓരോ തുള്ളി ചോരയ്ക്കുമുള്ള മറുപടി ഭാരതം നൽകും, അല്ലെങ്കിൽ കനത്ത തിരിച്ചടി തന്നെയായിരിക്കും പാകിസ്ഥാനെതിരെ ഉണ്ടാവുക എന്നുള്ള കൃത്യമായ ബോധ്യം പാകിസ്ഥാനുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഭീകരതയ്ക്കെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങളുണ്ട്, ഭീകരർക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ജനങ്ങളുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതല്ലേ? കാരണം ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു നിർണായകമായ ദിവസം കൂടിയാണല്ലോ. ദേവിക, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചില്ലെങ്കിൽ പോലും ഭാരതം പാകിസ്ഥാനുമേൽ നടത്തിയത് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധം ഏതാണ്ട് പൂർണ്ണമായും വിച്ഛേദിക്കുവാൻ വേണ്ടി ഭാരതമെടുത്ത തീരുമാനം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഇൻഡസ് നദിയിലെ ജലം അവിടേക്ക് കടത്തിവിടണ്ട എന്നുള്ള ഒരു തീരുമാനം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പഞ്ചാബ് പ്രൊവിഷൻ, അവിടെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിഷനിൽ കൂടുതൽ ആൾക്കാർ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ ജലം അനിവാര്യമാണ്, അവരുടെ ജീവനാഡി കൂടിയാണ് ഇൻഡസ് നദിയിലെ ജലം എന്നുള്ളത്. അതാണ് ഭാരതം ഇപ്പോൾ അതിനാണ് തടയിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ പൗരന്മാർ ഭാരതത്തിലുണ്ടെങ്കിൽ അവർ 48 മണിക്കൂറിനകം ഈ ഭാരതം വിടണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ബോർഡറിൽ, വാഗ ബോർഡറിൽ, അട്ടറി ബോർഡറിൽ അവിടെയും ഉണ്ടായിരുന്ന ഈ ക്ലോസിംഗ് സെറിമണി അത് പൂർണ്ണമായും നിർത്തിക്കൊണ്ടുള്ള തീരുമാനവും ഭാരതം നൽകിയിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രഹരമാണ് ഭാരതം നൽകിയിരിക്കുന്നത്. അതേ നാണയത്തിൽ, അതായത് ഈ ഭാരതത്തിൻ്റെ 26 പേരെ വധിച്ചപ്പോൾ അതേ നാണയത്തിൽ ഭാരതം തിരിച്ച് മറുപടി നൽകുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളത് കാര്യത്തിൽ മാത്രമാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അതേസമയം തന്നെ നയതന്ത്ര മേഖലയിൽ ഭാരതം നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് പാകിസ്ഥാനെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒപ്പം തന്നെ ഇതിപ്പോൾ ഒമർ അബ്ദുള്ള ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ ജനത ഈ ഭീകരാക്രമണത്തെ പൂർണ്ണമായും തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ചുകൊണ്ട്, വാഹന ഗതാഗതം പൂർണ്ണമായും നിർത്തിക്കൊണ്ട്, ടൂറിസം മേഖല തന്നെ പൂർണ്ണമായും സ്തംഭിച്ചുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ ബന്ദ് ആചരിച്ചിരുന്നു. പ്രത്യേകിച്ച് ടൂറിസം ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നടന്നില്ല. അതേപോലെ തന്നെ ടൂറിസ്റ്റ് വാഹനങ്ങളൊന്നും തന്നെ ഓടിയില്ല. ഒപ്പം വ്യാപാരി വ്യവസായിയും ഇതിൻ്റെ ഈ ബന്ദിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങളൊന്നും തന്നെ അടഞ്ഞില്ല. മറ്റ് വ്യവസായശാലകളടക്കം, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ ഏതാനും ചില വ്യവസായശാലകളുണ്ട്. അതേപോലെ തന്നെ ബാറ്റ് നിർമ്മാണം, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മാണം ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസായമാണ്. അങ്ങനെ വ്യവസായശാലകൾ പോലും അടച്ചിട്ടുകൊണ്ട് ഈ ഭീകരവാദത്തെ, ഈ അക്രമത്തിനെതിരെ ജമ്മു കാശ്മീർ ജനത നിലകൊള്ളുകയായിരുന്നു. ഇന്നലെ മാത്രമല്ല സ്ത്രീകളടക്കം തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് അവരുടെ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരുന്ന സാഹചര്യമുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സുരക്ഷാകാര്യ സമിതിയിലെ തീരുമാനങ്ങൾ വിശദീകരിക്കും. ജമ്മുകശ്മീരിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭീകരർക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കി. അതേസമയം ജമ്മുകശ്മീരിലെ സാഹചര്യം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് നടക്കും. തിരിച്ചടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിലും ഇന്ന് സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് നന്ദഗോപനും ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനുമാണ് ചേർന്നത്.